സുരേഷ് ചേട്ടനെ കാണാനായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. വന്നിരിക്കുന്ന ആളിന്റെ ജീവിതത്തിൽ സുരേഷ് ചേട്ടൻ ഇടപെട്ടിട്ടുണ്ട്. അത് കാരണം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം അനഘ. സുരേഷ് ചേട്ടനെ കണ്ടല്ലോ. സുരേഷ് ചേട്ടനുമായിട്ട് എങ്ങനെയാണ്, അതായത് വാട്ട് ഈസ് യുവർ കണക്ഷൻ? My connection. That man sitting right over there is my superhero without a cape who lives just a text away. തിരിയിട്ടവനും മനസ്സിലായിട്ടില്ല. അതായത് ഒന്നുകൂടെ പറയണം. കേപ്പിടാത്ത, അതായത് നീ എന്നെ മുൻനിർത്തിയിട്ടാണ് അവന് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങള് സൂപ്പർ ഹീറോ ആണ് അദ്ദേഹം. അദ്ദേഹം കേപ്പ് ധരിക്കാറില്ല, സൂപ്പർമാൻ ഇടുന്നത് പോലത്തെ കേപ്പ് ധരിക്കാറില്ല. പക്ഷെ ഇതാ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ സൂപ്പർ ഹീറോനെയാണ് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഓ അതാണല്ലേ ഇത് പിഷാരടി. സൂപ്പർ ഹീറോ വിത്തൗട്ട് എ കേപ്പ് എന്ന് വിളിക്കാൻ കാരണം എന്താ അനക്ക? കാരണം he made the impossible possible for just for me. ഞാൻ ബാംഗ്ലൂരിൽ സെക്കൻഡ് ഇയർ BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായി, മെഡിക്കൽ കണ്ടീഷൻസ് ഡെവലപ്പായി, തീരെ വയ്യാതായി, തിരിച്ച് ബാംഗ്ലൂർ പോയി പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വീട്ടിൽ നിൽക്കണം എന്നുള്ളത് അനിവാര്യമായി. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഡ്രീംസിൽ ഒരു ഞാൻ എന്നെ എപ്പോഴും ഡോക്ടർ അനഘ പ്രമോദ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഐ വാണ്ടഡ് ടു ബി എ ഡോക്ടർ സോ ബാഡ്. അതിനുവേണ്ടി ഞാൻ നല്ല എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചാണ് അങ്ങോട്ട് പോയത്. എന്നിട്ട് അതിന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിന് അതിനൊരു ഹിൻഡ്രൻസ് വരുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല, എനിക്ക് അത് മതി എന്നുള്ള ഇതായി. അപ്പോൾ ഞാൻ പല രീതിയിലും ഇങ്ങോട്ട് മാറ്റം കിട്ടുമോ, കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് മാറ്റം കിട്ടുമെന്ന് അന്വേഷിക്കലായി, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായി. എല്ലായിടത്തും പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഇമ്പോസിബിൾ ആണ്, ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല ഇങ്ങനെ ഒരു മാറ്റം, ഒരിക്കലും നടക്കില്ല, കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കൂ, കോഴ്സ് ഡ്രോപ്പ് ചെയ്യിപ്പിക്കൂ. എന്നിട്ട് പിന്നെ അതെങ്ങനെ സാധ്യമായി അനക്ക? അനക്ക ഇപ്പൊ എന്താ ചെയ്യണമെന്നും കൂടി പറയും. ഞാനിപ്പോ ട്രിവാൻഡ്രം ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ സെക്കൻഡ് ഇയർ BDS കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഒരു ദിവസം യാദർശികമായിട്ടാണ് സുരേഷ് ഗോപി സാറിനെ കണ്ടുമുട്ടിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച്. സാക്ഷാൽ ശ്രീ പത്മനാഭൻ എനിക്ക് മുമ്പിൽ കാണിച്ചു തന്നതുപോലെയായിരുന്നു. അച്ഛൻ പറഞ്ഞു മോളെ ചെല്ല് സുരേഷ് ഗോപി സാറ്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ നമ്മൾ കാണാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തില്ലല്ലോ, എന്ന് പോയി പറഞ്ഞാൽ കാണൂ. അപ്പം അച്ഛൻ പറഞ്ഞു നീ ചെല്ല്, നമ്മുടെ ആവശ്യമില്ല, നീ ചെല്ല്. ഞാൻ പോയി കാണേണ്ടി വന്നില്ല, ഇങ്ങോട്ട് വന്ന് കണ്ടു. ആ കണ്ടതില് ചേട്ടൻ ഇടപെട്ടതില് അതാണ് പറയുന്നത്. പലപ്പോഴും അറിഞ്ഞു പോലും കാണില്ല, പക്ഷെ ആ ഒരു ഇതിൽ പുള്ളിക്കാരിയുടെ ആ ആഗ്രഹം നടന്നു. ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിൽ പഠിക്കുകയാണ്. ഇത് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അനഘയ്ക്ക് പോസ്റ്റ് കോവിഡ് ചില മാരകമായ ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ അത് സർട്ടിഫിക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത് വന്നപ്പോൾ പോസ്റ്റ് വാക്സിനേഷൻ ഡിസോർഡറായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പേര് പറഞ്ഞ് അനഘയ്ക്ക് ആവശ്യമായ ചില ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ ചില റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും പോസിബിൾ അല്ലായിരുന്നു. ഇറ്റ് വാസ് ഇമ്പോസിബിൾ. അത് ഇന്ത്യയിൽ ഇന്ന് വരെ അങ്ങനെ നടന്നിട്ടില്ല. അവിടുത്തെ ഒരു പ്രൈവറ്റ് കോളേജിലാണ് BDSന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു ഗവൺമെൻറ് കോളേജിലോട്ട് അവർക്ക് ട്രാൻസ്ഫർ കിട്ടില്ല. പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് എന്നെ വന്ന് കാണുമ്പോൾ ഭജനപുരയിൽ ഞാൻ ആ പൂജയുടെ യജമാനാണ്. അത് ഉത്രാടം തിരുനാൾ തമ്പുരാൻ നാട് നീങ്ങിയ സമയത്ത് എന്നെ ഏൽപ്പിച്ചു പോയതാണ്. അപ്പോൾ ആ യജമാനായിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് എന്നെ കാണുന്നത്. ആ പൂജയിൽ മുഴുവൻ അനഘയെ അവിടെ ഇരുത്തി. അനഘയുടെ ഇപ്പം മുടിയൊക്കെ വളർന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫുൾ സ്കള്ള് ഓപ്പൺ ചെയ്ത് ബ്രെയിനിലുണ്ടായ ക്ലോട്ടുകൾ മുഴുവൻ എടുത്ത് നമ്മുടെ ഇവിടുത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അത് മുഴുവൻ ചെയ്തത്. അപ്പം തന്നെ ഞാൻ തന്നെ എൻ്റെ കൈവച്ച്
ആ നെറ്റി വരെ എത്തുന്ന ആ സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് ഞാൻ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു. അതിൻ്റെ ബ്ലോ അപ്പ് എടുത്തിട്ട് ഒന്ന് ആരോഗ്യമന്ത്രിക്ക് കൊടുത്തു. അദ്ദേഹം പരിശോധിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ പ്രധാനമന്ത്രിയുടെ ക്യാബിനിലേക്ക് ചെന്ന്, ഇതാണ് കുട്ടി, ഇത് ഒരു മിസ് ഇന്ത്യ കോമ്പറ്റീഷനൊക്കെ പോകാൻ അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്ന കുട്ടിയാണ്, ഇതാണ് അവസ്ഥ, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് ആരോഗ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ഇതെൻ്റെ വിജയമല്ല, അദ്ദേഹത്തിൻ്റെ വിജയമാണ്. എൻ്റെ ഡിയറസ്റ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അനഘയ്ക്കുള്ളത്. ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കത്തില്ല. നീ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അനഘ. ആ സൂപ്പർ ഹീറോ വിത്തൗട്ട് കേപ്പ് ഇവിടെ ഉണ്ട്. അനഘയെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് സഹായമേകാനായിട്ട് അദ്ദേഹം ഉണ്ടാവും. Keep well, keep doing well. God bless. താങ്ക് യു. താങ്ക് യു മോളെ. താങ്ക് യു.